നമുക്ക് അതിജീവിതമാരോട് തോന്നുന്ന എമ്പതിയും സിമ്പതിയും മുതലാക്കിക്കൊണ്ട് നമ്മളിലേക്ക് പ്രൊപ്പഗാൻഡ ഇഞ്ചക്ട് ചെയ്യുകയാണ്. അതായത് നമുക്കെല്ലാം ഒരു പെൺകുട്ടി, അവൾക്ക് പ്രത്യേകിച്ച് നമുക്ക് അറിയപ്പെടുന്ന ഇത്രയും വലിയൊരു അഭിനേത്രിയായ പെൺകുട്ടി, അവൾക്കൊരു ദുഃഖം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അവളുടെ കൂടെ നിൽക്കും. നമ്മളുടെ ആ ഇമോഷനെ കൂടി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ശ്രീ ദിലീപിനെതിരെ ആഞ്ഞടിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ. അവർക്ക് ആഞ്ഞടിക്കാൻ അവരുടേതായ കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർക്ക് അവരുടെ ലൈഫ്. അപ്പോൾ ദിലീപിനെതിരെ അതിജീവിതയുടെ വേദന മുതലാക്കി ചില ആൾക്കാർ വളരെ വിദഗ്ധമായി മൂവ് ചെയ്തതുകൊണ്ടാണ് ശ്രീ ദിലീപിന് 85 ദിവസം കിടക്കേണ്ടി വന്നത്. അന്ന് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, ഇത് ഞാൻ എന്തുമാത്രം ട്രോൾ ചെയ്യുന്നറിയോ. ഭാര്യ ദീപയെ കാണുകയുണ്ട്. ദീപ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, ദിലീപിൻ്റെ കേസിൽ പങ്കെടുക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ദീപ നമ്മുടെ കൺമുമ്പിൽ വെച്ചല്ലേ ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ജയിലിൽ പോകുന്നത്, നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യണ്ടേ. 85 ദിവസം ദിലീപേട്ടൻ ജയിലിൽ കിടന്നു. 85 ദിവസം എന്തിനു വേണ്ടി? ഒന്നുമില്ല. ഇനി 2 കോടതികളിൽ പോയി. ഇനിയും ദിലീപിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, ജഡ്ജി മാറ്റണമെന്ന് പറഞ്ഞ് പല കോടതികളും പോയി. ഒരു മെറിട്ടുമില്ല. അതായത് TV ചാനലുകളുടെ മേളിൽ വന്നിട്ട് പ്രൊപ്പഗാൻഡ പറയാൻ എളുപ്പമാണ്, കോടതിയിൽ എഴുതി കൊടുക്കുമ്പോൾ അത് പറ്റൂല.